ഒരു വ്യക്തിയുടെ വിശ്വാസ ബോധ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സൺഡേ സ്കൂളുകൾക്ക് അഥവാ വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അവയിൽ എടുത്തു പറയേണ്ടത് മതബോധന പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകങ്ങളും ഈ പഠന പ്രക്രിയയും തന്നെയാണ്. എന്നാൽ കാലത്തിൻ്റെ മാറ്റങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കുവാൻ നമ്മുടെ പാഠപുസ്തകങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രങ്ങളിലെ നമ്മുടെ അധ്യയനങ്ങളിലുള്ള സമീപനം, പാഠപുസ്തകങ്ങളിലെ അവതരണം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ കാലത്തിനൊത്ത മാറ്റം നാം സ്വീകരിക്കേണ്ടതല്ലേ? വർത്തമാനകാല കേരള ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്ക് എതിരെ നീന്തുവാൻ തക്കവണ്ണമുള്ള വിശ്വാസ ബോധ്യങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങൾ നൽകുന്നുണ്ടോ? എങ്കിൽ ഏത് നിലയ്ക്കാണ് ആ മാറ്റങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു സീറോ മലബാർ സഭ കാത്തഗറ്റിക്കൽ കമ്മീഷന്റെ മുൻ സെക്രട്ടറിയും നിലവിൽ ചിക്കാഗോ രൂപതയിലെ കാത്തഗറ്റിക്കൽ ഡയറക്ടറുമായ ഫാദർ ജോർജ് ദാനവേലി, AKCC താമരശ്ശേരി രൂപതയിലെ പ്രസിഡന്റായ ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, മതാധ്യാപകനും ബാലസാഹിത്യകാരനും നിലവിലുള്ള പാഠപുസ്തകങ്ങളുടെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയുമായിട്ടുള്ള ശ്രീ ഷാജി മാലിപ്പാറ, കോട്ടയം അതിരൂപത കരിസ്മാറ്റിക് മുന്നേറ്റത്തിലെ അംഗമായ ശ്രീ തോമസ് കുര്യൻ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ തോമസ് കുര്യൻ, അങ്ങ് 8 കുട്ടികളുടെ പിതാവാണ്. അത് തന്നെ വലിയ ഒരു സന്തോഷമുള്ള കാര്യം കൂടിയാണ്. അങ്ങ് ഈ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ, സൺഡേ സ്കൂളിലെ പ്രോസസ്സുകൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ആളാണല്ലോ. എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് നിലവിലെ നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രക്രിയ, സൺഡേ സ്കൂളിലെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ടി വരുന്നു എന്ന് തോന്നൽ അങ്ങേക്കുണ്ടോ? തീർച്ചയായും കാലഘട്ടം അനുസരിച്ച് വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് അടുത്തിടെ ശക്തമായിട്ട് തോന്നുകയുണ്ടായി. കാരണം പ്രിന്റ് ചെയ്ത ഈ പുസ്തകത്തിൽ മാത്രം നോക്കി പഠിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടം കുട്ടികൾ ഇന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ പണ്ട് നമ്മൾ കണ്ടുവരുന്നത് പാട്ടുകൾ കേൾക്കാനായാലും നമ്മൾ CD നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞത് വീഡിയോ കാസറ്റായി, പിന്നെ അത് CD ആയി മാറി, ഇപ്പൊ അത് പെൻഡ്രൈവിലോട്ട് മാറി. ഇപ്പൊ അതും വേണ്ടാത്ത ആ ഒരു അവസ്ഥയിലോട്ട് ടെക്നിക്കലായിട്ട് എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ മേഖലകളിലും കാലത്തിനനുസരിച്ചുള്ളൊരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അത് കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആകർഷണമായ വിധത്തിലുള്ള അവരെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കുട്ടികൾ മാറിപ്പോവുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കണ്ണുകൾ കൊണ്ട് കാണണം, ചെവി കൊണ്ട് കേൾക്കണം, അവർക്ക് ആസ്വദിക്കണം. ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ മീഡിയയിലൂടെയും അത് അവരെ സ്വാധീനിക്കുന്നുണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ അപ്പൊ ലോകത്തിന്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ ഈ എല്ലാവിധ രീതികളിലും അപ്ലൈ ചെയ്യുമ്പോൾ, ലോകത്തെ വിളിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വെറും പുസ്തകവുമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ സ്കൂളിലോട്ട് പോകുന്നത്, വേദപാഠ ക്ലാസ്സിലോട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് അത് വളരെയധികം വിരസത അവർക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ അവർ പഠിക്കുന്ന സ്കൂളുകളിലായാലും അവർക്ക് എപ്പോഴും ചേഞ്ച് ഉണ്ടാകുന്ന വിധത്തില്, ആക്റ്റീവ് ആകുന്ന വിധത്തില്, മനസ്സ് ഉണരുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെയുണ്ട്. പല ആക്ടിവിറ്റീസിലൂടെയാണ്, പല മീഡിയയിലൂടെയാണ് അവിടെ ക്ലാസ്സുകൾ പോലും കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കാറ്റഗിസത്തില് അതിൻ്റെതായ വലിയൊരു പരിമിതികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക്, നല്ല ശതമാനം കുട്ടികൾക്കും വേദപാഠത്തിന് പോകുക എന്നുള്ളത് നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ്. അവർക്കൊരു ബോറടിയായിട്ട് ഇപ്പോൾ മാറുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ പിള്ളേരോട് തന്നെയായാലും തോന്നുമ്പോൾ നമ്മളിപ്പം അവരെ ഉള്ളൊരു വിശ്വാസ പരിശീലനത്തിൽ വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് അത്ര കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ള കുട്ടികളുടെ അനുഭവങ്ങളും വല്ലപ്പോഴൊക്കെ ഇവർക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു വിരസത, അസ്വസ്ഥത അവർക്ക് പങ്കുവയ്ക്കുന്നത് അവര് തീർച്ചയായും തിരിച്ചു വരാം. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ആകർഷണീയമായുള്ള അവതരണം മാത്രമാണോ, അതോ
ഈ ആശയങ്ങളിലും നമ്മൾ മുന്നോട്ട് പോകേണ്ടതല്ലേ? അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ, ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഈ കാലത്തിനൊത്ത് രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെ ഒരു മാറ്റം അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ വളരെ പ്രസക്തമായിട്ടാണ് താങ്കൾ ചോദിച്ചത് ഈ ചോദ്യം. കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വളർച്ചയിൽ അടുത്ത കാലങ്ങളിൽ ഞാൻ വായിച്ച ചില സൈക്കോളജിക്കൽ ബുക്കുകളിൽ അവർ പറയുന്നുണ്ട്, ഒരു 30% ഒരു വ്യക്തിത്വ വളർച്ചയുടെ ഘടകം എന്ന് പറയുന്നത് ശാരീരിക വളർച്ചയാണ്. അത് ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഗ്രോത്ത്, ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇത് രക്ഷിതാക്കള് തയ്യാറാക്കി കൊടുക്കുകയും ആ വ്യക്തി വളരുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു 30% അവരുടെ കോൺട്രിബ്യൂഷൻ, വ്യക്തിത്വ വളർച്ചയിലെ കോൺട്രിബ്യൂഷൻ മാനസിക വളർച്ചയാണ്, ഇന്റലക്ച്വൽ മെന്റൽ ഗ്രോത്ത്. ആ തരത്തിലുള്ളത് നമ്മുടെ വിദ്യാഭ്യാസം, ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞെടുക്കുന്നു, അതല്ലെങ്കിൽ നമ്മളെ കലാകായിക അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ ആവശ്യമായ പരിശീലനങ്ങള്, മ്യൂസിക് പരിശീലനങ്ങൾ, ഡാൻസ് ക്ലാസ്സുകൾ, ഇതൊക്കെ കൊടുക്കുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ മാനസിക വളർച്ചയെ സഹായിക്കുന്നതിന് 30%. പക്ഷെ അവരുടെ 40% വ്യക്തിത്വ വളർച്ചയെ സഹായിക്കുന്ന സ്പിരിച്വൽ ഗ്രോത്ത് ആണ് ഞാൻ അവിടെ വായിക്കുന്നത്. ആ സ്പിരിച്വൽ ഗ്രോത്തിലാണ് നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഏറ്റവും വലിയ മർമ്മം കിടക്കുന്നത്. നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകളുടെ അല്ലെങ്കിൽ വിഭാഗത്തിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പങ്കുവെച്ചത്. ഇവിടെ നമ്മൾ വിശ്വാസ പരിശീലനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, നമുക്ക് വിശ്വാസ പരിശീലനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 3 കാര്യങ്ങളെങ്കിലും അടിസ്ഥാനപരമായിട്ട് അതിൽ സാധ്യതപ്രായമായി എടുക്കണം. ഒന്നാമത്തത്, ഒരു ക്രിസ്താനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ വളർത്തുവാൻ നമ്മുടെ പരിശീലനങ്ങൾ കാരണമായി തീരണം. ക്രിസ്താനുഭവത്തിലേക്ക് അത് പല വിധത്തിലുണ്ട്. ഡോഗ്മാറ്റിക് ഫെയ്ത്ത് നമ്മൾ പറയും, തത്വത്തിലുള്ള വിശ്വാസം. യേശു ഉണ്ട്, യേശു രക്ഷകനാണ്, ത്രിത്വൈകതയോ, ഇതൊക്കെ പറയുന്ന വിശ്വാസം. അത് തത്വത്തിലുള്ള വിശ്വാസം, അത് നമുക്കും ഉണ്ട്, അത് ഒരുപക്ഷെ സാത്താനും ഉണ്ട്. എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത് ഉണ്ട് ഒരു പരിധിവരെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം സാധിക്കുന്ന, ഒരു വീട് നിർമ്മാണം അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ പാസ്സാകുന്നു, അത്തരത്തിലുള്ള എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്തുകളുണ്ട്. അത് സ്വാഭാവികമായിട്ടും ആ അനുഭവം കിട്ടുമ്പോൾ നിലനിൽക്കുകയും ജ്വലിക്കുകയും അതിനുശേഷം സാവധാനം അത് ഫെയ്ഡ് ഔട്ട് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു തലമാണ് ഒരു ക്രിയേറ്റീവ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ഫെയ്ത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്ന ജീവിതത്തിലുള്ള വിശ്വാസമാണ്. എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് എന്റെ വിശ്വാസം വളർത്താം. പക്ഷെ 4ാമത്തെ തലം വളരെ പ്രധാനപ്പെട്ട തലമാണ് സാൽവിക് ഫെയ്ത്ത് എന്ന് പറയുന്നത്. രക്ഷാകര വിശ്വാസം, ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഒരു രക്ഷാകര ബന്ധം, എനിക്ക് വേണ്ടി മരിച്ച എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നുള്ള ബോധ്യം, അതൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് വിശ്വാസ പരിശീലനം രൂപപ്പെടേണ്ട സമയമായി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്താനുഭവം. അതിൽ ആ ക്രിസ്താനുഭവത്തിൽ മാത്രം നിലനിൽക്കുന്നവരാകാതെ ആ പഠിക്കുന്ന വിദ്യാർത്ഥികള് ചരിത്രത്തിൽ ഉറ്റം കൊള്ളാൻ കഴിയുന്നവരായിരിക്കണം. നമ്മുടെ പ്രത്യേകിച്ച് സമുദായത്തിന്റെ, സഭയുടെ ചരിത്രം കൃത്യമായിട്ട് പഠിച്ച് അതിൽ കോൾമേൽ കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള പരിശീലനങ്ങൾ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി കുട്ടികളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതോടൊപ്പം ഒരു സമുദായ ബോധം കുട്ടികൾ വളർത്തുവാനായിട്ട് നമ്മുടെ വിശ്വാസ പരിശീലനം കാരണമാണ്. ഇത്തരത്തിൽ ഒരു ത്രിതല പദ്ധതി വിടുന്ന, വിഭാവന ചെയ്യുന്ന, ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പറയുന്നത്, ആ ക്രിസ്താനുഭവവും ചരിത്രബോധവും സമുദായ ബോധവും ഉൾച്ചേർത്ത് വെക്കുന്ന ഒരു പരിശീലന പരിപാടിയായി തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ പരിശീലനം മാറണം. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളോ പോരായ്മകളോ നിലവിൽ അങ്ങനെ അല്ലേ നമ്മുടെ സംവിധാനങ്ങൾ? അതിന്റെ പരിമിതികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത് അതിന്റെ സമയക്കുറവാണ്. നിലവിലുള്ള പ്രശ്നങ്ങളിൽ ചിലത് ഞാൻ ചൂണ്ടിക്കാണേ. ക്രിസ്താനുഭവത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള കാരണം സമയക്കുറവ് ഒരു പ്രധാനപ്പെട്ട. ഒരു വർഷത്തിൽ 40 മണിക്കൂറാണ് പരമാവധി ഒരു വിദ്യാർത്ഥി സൺഡേ സ്കൂളിൽ പരിശീലിക്കുന്നത് ഒരു വർഷത്തിൽ. പക്ഷെ ഒരു സ്കൂളിലെ വിദ്യാഭ്യാസം ഈ പറയുന്ന ഇന്റലക്ച്വൽ ഗ്രോത്തിന് വേണ്ടി ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 1.5 ആഴ്ചയിൽ അവൻ 40 മണിക്കൂർ പഠിക്കുമ്പോൾ ഇവിടെ ഒരു വർഷത്തിൽ 40 മണിക്കൂർ. അപ്പൊ സമയപരിധി ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ മികവാർന്ന അധ്യാപകരുടെ കുറവ്, ഭൗതിക പരിജ്ഞാനവും വിശ്വാസ സാക്ഷി ജീവിതവുമുള്ള അധ്യാപകരുടെ കുറവുകൾ നമുക്കതിനകത്തൊരു പരിമിതിയായിട്ട് നിലകൊള്ളുന്നുണ്ട്. പിന്നെ പെഡഗോജിയാണ്, ബോധന രീതി. ഈ ബോധന രീതി, പഠന രീതിയിലുള്ള മനനം ചെയ്ത് പഠിക്കാനുള്ള രീതികൾ, അല്ലെങ്കിൽ അവർക്ക് രസകരമായ പഠിക്കാനുള്ള സാധ്യതകൾ അതിപ്പോൾ കുറവുണ്ട് സ്വാഭാവികമായിട്ടും. പേരൻസിന്റെ ഇൻട്രസ്റ്റിനോട് കുറഞ്ഞത്, അത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ബൈബിൾ ആയിരിക്കണം രക്ഷിതാക്കള്. ആ ഒരു പ്രവണത പണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബങ്ങൾ നമുക്ക് പകർന്നു തന്നിരുന്ന വിശ്വാസം, അത് ആരുടെയെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, അത് സഭയുടെ പൊതുസ്വത്താണ്, അത് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് രക്ഷിതാക്കൾ ബോധ്യവും ഉണ്ടായത്. ഈ കാലഘട്ടത്തിൽ അത് കുറഞ്ഞു വരുന്നുണ്ട് രക്ഷിതാക്കൾ. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, കൂദാശ ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നേതൃത്വത്തോടുള്ള ബഹുമാനങ്ങൾ, ഇതൊക്കെ നമ്മൾ മുതിർന്നവരിൽ നിന്ന് കുട്ടികൾ കണ്ട് പഠിക്കേണ്ടതാണ്. അതിന്റെ കുറവ് നമ്മൾ നേരിടുന്നത്. പിന്നെ വിശ്വാസം, പാരമ്പര്യ മൂല്യങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്നത് അത് പ്രിയപ്പെട്ടവർ കൊണ്ടുനടക്കുമ്പോഴാണ് വിദ്യാർത്ഥികളും അവരിൽ അത് വളരുക എന്നുള്ള യാഥാർത്ഥ്യം. ഇതൊക്കെ ഇന്ന് ലാഗ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ തിരിച്ചു വരാം. അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് അതിനെക്കുറിച്ച് ആഴമേറിയ ചർച്ചകൾക്ക് ഇടമുണ്ടാകും. ഫാദർ ജോർജ് ധനവേലിൽ, അങ്ങ് SMCC സെക്രട്ടറി എന്ന സമയത്തൊക്കെ ഒത്തിരി
ക്രിയാത്മകമായ പരിഷ്കാരങ്ങൾ ആ സംവിധാനങ്ങളിൽ കൊണ്ടുവരികയും പവർ പോയിന്റുകളായും വീഡിയോ ക്ലാസ്സുകളുമായിട്ടുമൊക്കെ അങ്ങ് കുറെ ഇടപെടൽ നടത്തിയതൊക്കെ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ശരിക്കും ഈ ഒരു ന്യൂജൻ ജനറേഷനെ അവരുടെ ഒരു കാഴ്ചയ്ക്കും അവരുടെ ഒക്കെ ചിന്തകൾക്കുമൊക്കെ കൺവിൻസിംഗ് ആകുന്ന രീതിയിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതല്ലേ നമ്മുടെ മതബോധന രീതി അല്ലെങ്കിൽ വിശ്വാസ ജീവിത പരിശീലന ആ പ്രക്രിയ കുറച്ചും കൂടെ കുട്ടികളുമായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയ ഒരു ഇടപെടൽ അതിൻ്റെ ഉള്ളടക്കത്തിലും അവതരണത്തിലുമൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെ ഒരു തോന്നൽ അങ്ങേക്ക് ഈ ഘട്ടത്തിലുണ്ടോ? ഫാദർ ജോർജ് ധനവേൽ. തീർച്ചയായിട്ടും എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട്, പല രംഗങ്ങളിലും പോകാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ അതിന്റെ കണ്ടന്റിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് കാലികമായിട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചാക്കോ സാറ് പറഞ്ഞു, ഡോക്ടർ ചാക്കോ പറഞ്ഞു. അതായത് ചരിത്രബോധം, സമുദായ ബോധം, ഇത് മാത്രം കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടന്റിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോകാനുണ്ട്, പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നു. അതുപോലെ പ്രസന്റേഷന്റെ കാര്യത്തിൽ, മെത്തഡോളജി, പെഡഗോജിയുടെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ കാലികമായിട്ട് ആകർഷകമായിട്ട് ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോകാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ഇൻ കണ്ടന്റ് ആൻഡ് ഓൾസോ ഇൻ പെഡഗോജി, മെത്തഡോളജി, രണ്ടിലും നമ്മൾ വളരെയേറെ മുന്നോട്ട് പോകണം. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ടും ഇത് മാത്രമാണെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ കരുതുന്നത് ഫെയ്ത്ത് ഫോർമേഷൻ പ്രധാനമായിട്ടും 5 ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ അവർ ഫെയ്ത്ത് ഫോർമേഷൻ പ്രോഗ്രാം. 5 കാര്യങ്ങളാണ് ഫെയ്ത്ത് ഫോർമേഷനിൽ ഉള്ളത്. ഈ 5 കാര്യങ്ങളും കൂടെ വരുമ്പോഴേ ഉള്ളൂ. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ആ കുഞ്ഞുങ്ങൾ വരുന്ന രീതി. ഇവിടെ നമ്മുടെ ബ്രദർ തോമസ് തന്നെ പറഞ്ഞു. തോമസ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. ഇത് വളരെ ബോറിംഗ് ആണെന്ന് പറയുകയും എന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന്. കാരണം നല്ല ഒരു വിശ്വാസ ജീവിത സാഹചര്യങ്ങളിൽ വളരുന്ന എന്റെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ട്, എങ്കിലും മറ്റുള്ളവരെ പോലെ എന്റെ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നില്ല. അതിന് കാരണം പറഞ്ഞത് എന്റെ കുടുംബത്തിന്റെ പ്രത്യേകത. അത് തന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ 5 ഘടകങ്ങൾ ഈ ഫെയ്ത്ത് ഫോർമേഷൻ പ്രോഗ്രാമിലുണ്ട്. 1 കുട്ടികൾ, 2 പേരൻസ്, 3 ഇതിന്റെ കണ്ടന്റ്, 4 കാറ്റക്കിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വിശ്വാസ പരിശീലകർ മാത്രമല്ല, പാരീഷ് പ്രീസ്റ്റ്, റിലീജിയസ്, അതുപോലെ ബിഷപ്പ്, ഇതെല്ലാം വരുന്ന ഈ നമ്മുടെ ഈ മെത്തഡ്, ഇതിന്റെ സ്ട്രക്ചർ, കാറ്റക്കിസ്റ്റ്. അതുപോലെ ടീച്ചിങ് മെത്തേഡിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ടീച്ചിങ് ആംബിയൻസ്. ആ ഒരു സാഹചര്യങ്ങൾ, ഈ ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ പാരീഷ് ഇടവക തന്നെ അതിന്റെ ഒരു ആംബിയൻസ് ആകണം. അതിന്റെ ഇടവക തന്നെ തീർന്നില്ല, സഭ കൂടി അതിന്റെ ഒരു ആംബിയൻസ് ആണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഡോക്ടർ ചാക്കോ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അഭിമാനം തോന്നുന്നുണ്ടോ? സഭയെക്കുറിച്ച്, സ്വന്തം പാരീഷിനെ കുറിച്ച്, സ്വന്തം ഇടവകയെ കുറിച്ച്, സ്വന്തം വികാരിയെ. ഇപ്പൊ ഇങ്ങനെ 5 ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് കുട്ടികളുണ്ട്, പേരൻസ് ഉണ്ട്, ടീച്ചിങ്ങിന്റെ ആ ഒരു കണ്ടന്റ്, സിലബസ് ഉണ്ട്, കാറ്റക്കിസ്റ്റുകൾ, ഈ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ ടീച്ചിങ് മെത്തഡോളജി, ആംബിയൻസ്, ഈ കാര്യങ്ങളെല്ലാം. ഈ 5 ഘടകങ്ങൾ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ ചർച്ചകളൊക്കെ പോകുന്നത് ഈ കണ്ടന്റിലേക്കും ടീച്ചിങ് മെത്തഡോളജിയിലേക്കും മാത്രമാണ്. ഒരു പരിഷ്കരണം ആഗ്രഹിക്കുന്നത് ഇതിൽ മാത്രമാണെങ്കിൽ നമ്മൾ ഇതിനെ വെറും ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ഒതുക്കൊണ്ടാണ്. ഇതിനൊരു അക്കാഡമിക് ആയിട്ട് ഇതിനെ ഒതുക്കരുത്. ഇറ്റ്സ് എ ഫെയ്ത്ത് പ്രോഗ്രാം. ഇത് കുഞ്ഞുങ്ങളുടെ ഒരു വിശ്വാസ രൂപീകരണമാണെങ്കിൽ ഈ 5 ഘടകങ്ങളും ഇതിനകത്ത് പൂർണ്ണമായിട്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു പരിഷ്കരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 5 ഘടകങ്ങളിലും 5 മേഖലകളിൽ ഒരു പരിഷ്കരണം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതിനെ വെറുതെ നമ്മൾ ഒരു ഇന്റലക്ച്വൽ ലെവലിലുള്ള ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ മാത്രമായിട്ട് ഒതുക്കുക. വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ്. തീർച്ചയായും 2ാം ഘട്ടത്തിൽ നമുക്ക് അതിന്റെ 5 ഘടകങ്ങളിലേക്ക് നമുക്ക് തീർച്ചയായും വരേണ്ടതുണ്ട്. 2ാം ഘട്ടത്തിൽ ശ്രീ ഷാജി മാലിപ്പാറ, അങ്ങ് ഈ ടെക്സ്റ്റ് ബുക്ക് നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രവർത്തനങ്ങളിലൊക്കെ സജീവം ഇടപെട്ട ആൾ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ കാലത്തിനൊത്തുള്ള മാറ്റങ്ങൾ ഇനിയും വരുത്തേണ്ടതല്ലേ എന്ന അഭിപ്രായം അങ്ങേക്ക് ഉണ്ടാകുമല്ലോ. ഈ പെഡഗോജിയിലൊക്കെ നമുക്ക് കുറെ കൂടിയൊക്കെ കുട്ടികളുടെ ഒരു മനസ്സറിഞ്ഞുള്ള കുറച്ചുകൂടി ഇടപെടൽ ഈ കാലത്തിനൊത്ത് വേണ്ടതല്ലേ? എന്താണ് അങ്ങയുടെ ഈ വിഷയത്തിലുള്ള പ്രതീക്ഷകളും ചർച്ചകളും അഭിപ്രായങ്ങളും? തീർച്ചയായും 2004 സീറോ മലബാർ സഭയിൽ ആദ്യത്തെ ക്ലാസ്സുകളിലേക്ക് 1, 2, 3 ക്ലാസ്സുകളിലേക്കുള്ള പുതിയ പാഠപുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അതായത് കൃത്യം 17 വർഷം മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ, ഏതാണ്ട് 2000 ആണ്ടിന് ശേഷം ആരംഭിച്ച ജോലികളുടെ തുടർച്ചയായിട്ടാണ് 2004 പുസ്തകം ഇറക്കാൻ കഴിയുന്നത്. അതിൽ പീബോസിയിൽ നിന്ന് എല്ലാ സഭകൾക്കും ഒരുമിച്ചുള്ള, കത്തോലിക്ക സഭയിലെ 3 റീത്തുകൾക്ക് ഒരുമിച്ചുള്ള പുസ്തകങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2004 മുൻപ് തന്നെ സീറോ മലങ്കര സഭയിൽ പുസ്തകം പുറത്തിറങ്ങുകയുണ്ടായി. കേരളത്തിലെ ലിത്തീൻ സഭയിൽ പുസ്തകം ഇറങ്ങിയത് സീറോ മലബാർ സഭയ്ക്ക് ശേഷമാണ്. ഏതായാലും 2004 ഈ പുസ്തകം പുറത്തിറക്കുമ്പോൾ അന്നത്തെ രീതിയിൽ കുറെ മാറ്റങ്ങൾ
കാലത്തിനനുസരിച്ച് വരുത്താൻ പരിശ്രമിച്ചിരുന്നു. ആഗ്രഹിച്ചതുപോലെ പൂർണ്ണമായും അത് വന്നു എന്ന് ഞാനും കരുതുന്നില്ല. നമ്മൾ പറയുന്നത് പോലെ പ്രാവർത്തികമാക്കുക അത്ര എളുപ്പമല്ല. എങ്കിലും വലിയ വിപ്ലവാത്മകമായ ഒരു മാറ്റം പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലും അവതരണത്തിലും വരുത്താൻ തീർച്ചയായും ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കളർ പുസ്തകങ്ങൾ, അല്ലെ? അത് തന്നെ ഒരു വലിയ കൗതുകമല്ല. ആ കാലത്തെ ഏറ്റവും വലിയ സാധ്യതകളാണത്. കളർ, വളരെ രസകരമായ ചിത്രങ്ങൾ വരുന്നു, അതിന്റെ ബുക്കിന്റെ സൈസില്, പ്രിന്റിങ്ങില് ക്വാളിറ്റി ഒക്കെ വളരെ വലുതായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. ശരിയാണ്, തുടർന്ന് പറയാം. അതോടൊപ്പം തന്നെ ഉണ്ടായ വലിയൊരു മാറ്റം അധ്യാപക പരിശീലനം കൃത്യമായി ആരംഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സഭയുടെ സങ്കല്പം ഇതാണ്: പരിശീലനം നേടാത്ത ഒരു അധ്യാപകരും ക്ലാസ്സിലേക്ക് പോകാതിരിക്കുക, മറിച്ച് ക്ലാസ്സിൽ പോകുന്ന എല്ലാവർക്കും ആവശ്യത്തിന് പരിശീലനം നൽകുക. അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു ആ കാലങ്ങളിൽ. ഒട്ടേറെ രൂപതകളിൽ അത്തരം പരിശീലന പരിപാടികൾക്ക് പോയ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അധ്യാപകരെ സഹായിക്കാൻ വേണ്ടി ഒരു ചെറിയ തോതിലാണെങ്കിലും അധ്യാപക സഹായികൾ ഉണ്ടായി. ഇത് നമ്മുടെ വിശ്വാസ പരിശീലന പുസ്തകങ്ങളുടെ അധ്യാപകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മേഖലയിൽ വലിയ അത്ഭുതകരമായ മാറ്റം വരുത്താൻ സഹായിച്ച ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ വ്യക്തിപരമായിട്ട് ഓർമ്മിക്കുന്നു, ആ പുസ്തകങ്ങൾ പിന്നീട് 2-3 വർഷങ്ങൾ കൊണ്ടാണ് 12ാം ക്ലാസ് വരെ പൂർത്തിയായത്. ആ കാലത്ത് തന്നെ കമ്മീഷന്റെ ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ മുമ്പിലുണ്ടായിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു, ഈ പുസ്തകങ്ങൾ ഇറക്കി തീരുന്ന മുറയ്ക്ക് തന്നെ അടുത്ത പുസ്തകങ്ങളുടെ പരിഷ്കരണം ആരംഭിക്കണം. എന്ന് വെച്ചാൽ ഒരു 4-5 വർഷം, ഏറിയാൽ 10 വർഷം പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും പുതിയ പാഠപുസ്തകങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയണം എന്നൊരാഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതങ്ങനെ വാസ്തവം പറഞ്ഞാൽ ആവശ്യമാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ നമുക്കറിയാം അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11-12 ക്ലാസ്സുകളിലൊക്കെ വളരെ സാമൂഹികമായ വിഷയങ്ങളെ നമ്മൾ എടുത്ത് കാറ്റഗിസത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. 2005-ലോ 2006-ലോ നാം നേരിട്ട പ്രശ്നങ്ങളല്ല തീർച്ചയായും ഇന്ന് ഉള്ളത്. പരിഷ്കരണത്തിൽ നമ്മൾ തീർച്ചയായും വൈകി എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ വൈകി എന്ന് പറയുമ്പോഴും ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ഭാഗത്തു നിന്നും തീർച്ചയായും ഇന്ന കാര്യം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്, ഇന്ന മാറ്റം വേണമെന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന വേദികളിലൊക്കെ കൃത്യമായി അതൊന്ന് എഴുതി തരൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അഭിപ്രായ രൂപീകരണം അല്ലെങ്കിൽ അഭിപ്രായ ഏകീകരണം ഒരു വലിയ വെല്ലുവിളിയാണ്, അല്ലെ, ഈ പ്രക്രിയയിൽ എന്ന ഒരു ആശങ്ക അങ്ങ് പങ്കുവയ്ക്കുന്നു, അല്ലെ? മാറ്റം വേണമെന്ന് എല്ലാവരും പറയുമെങ്കിലും എങ്ങനെ മാറ്റണം, ശരി, എന്താണ് മാറ്റം വരുത്തേണ്ടത്, ശരി, എങ്ങനെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പലർക്കുമില്ല. അതാരുടെയും കുറ്റമല്ല, അത് അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും നമ്മൾ പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. 2000 കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചിന്തകളാണ് ഇപ്പോൾ നമ്മുടെ പുസ്തകത്തിലുള്ളത്. തീർച്ചയായും 21ാം നൂറ്റാണ്ടിലെ പുസ്തകമാണ് നമുക്കിനിയും ഉണ്ടാകേണ്ടത്. ശരി, തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ തോമസ് കുര്യൻ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് വെളിവായിട്ടുണ്ട്. ഇതിവിടെ പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അധ്യാപകരെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ അധ്യാപകർക്ക് തീർച്ചയായിട്ടും അധ്യാപക പരിശീലിത പ്രക്രിയകളുണ്ട്, അവർക്ക് ഹാൻഡ് ബുക്കുകളുണ്ട്, അതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ അധ്യാപകരെ ഈ കാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ പുതുകാലം നേരിടുന്ന ചില വെല്ലുവിളികളുണ്ടല്ലോ, ലവ് ജിഹാദ് ഉണ്ട്, നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ ഈ കാലത്തിൻ്റെ ഒത്തിരി വെല്ലുവിളികളെ മുന്നോട്ട് അതിനെ അതിജീവിച്ച് വേണം കുതിച്ചു പോകുവാൻ. ഈ ഒരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ അധ്യാപകരുടെ നിലപാടുകളിൽ, അവരുടെ പരിശീലനത്തിലൊക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഇനിയും വേണം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അധ്യാപകര് ഏറെ അവരുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പല അധ്യാപകരും ഈ അവർക്ക് കിട്ടിയിരിക്കുന്ന ടെസ്റ്റ് എത്രയും വേഗം പഠിപ്പിച്ച് തീർക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. ഇവിടെ അവർക്ക് ഇപ്പൊ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പൊതുവെ അവര് നിർബന്ധിക്കപ്പെട്ടോ ഒക്കെ ആണ് പല അധ്യാപകരും ഈ ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ ഇവർക്ക് വ്യക്തിപരമായ ഒരു ഗോഡ് എക്സ്പീരിയൻസ് പല അധ്യാപകർക്കും ഇല്ല. പക്ഷെ നമ്മുടെ ഇടവകളുടെ സ്ഥിതി അങ്ങേക്ക് അറിയാമല്ലോ. 12 ക്ലാസ്സുകളിൽ ഇത്ര അധ്യാപകരെ സംഘടിപ്പിക്കുക പോലും വലിയൊരു പ്രതിസന്ധിയാണ് ചെറിയ ഇടവകളിലൊക്കെ. അതും ഒരു പ്രശ്നമല്ലേ? അതും ഒരു വെല്ലുവിളിയല്ലേ ഇതിനകത്ത്? അതൊരു വലിയ വെല്ലുവിളി ഉണ്ട്. അപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി അടുത്ത നടപടി വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടെ നമ്മൾ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം സഭ എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന തലമുറ, കുഞ്ഞുങ്ങള്, സഭയുടെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസ പരിശീലനമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പള്ളി പണിയലോ. വിശ്വാസി ഉണ്ടെങ്കിലേ ഉള്ളൂ പള്ളിയുടെ ആവശ്യമുള്ളൂ. ശ്രദ്ധേയമാണ്. അപ്പോൾ
ഒരു സഭയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് വന്ന മക്കളെ, സഭയിലെ അംഗങ്ങളെ വിശ്വാസ പരിശീലനം കൊടുക്കുക, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ക്രിസ്തുവിനെ അവർക്ക് അനുഭവമാക്കി കൊടുക്കുക എന്നുള്ളതാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സഭയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും തന്നെ. കാരണം വിശ്വാസി ഉണ്ടെങ്കിലുള്ളൂ സഭയുള്ളൂ, സഭാ പ്രവർത്തനങ്ങളുള്ളൂ. അപ്പോൾ ഇതിന് വലിയ ഒരു പ്രാധാന്യം കൊടുക്കണം. അത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് നമ്മൾ ചിന്തിക്കുകയും പ്രാക്ടിക്കലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വ്യക്തിപരമായ ഒരു ദൈവ അനുഭവമില്ലാത്ത, ഒരു വിശ്വാസം യഥാർത്ഥമായിട്ടില്ലാത്ത അനേക മതാധ്യാപകരുണ്ട്. അപ്പോൾ അവർക്ക് പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കുക മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അനുഭവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കുവാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു പരിമിതി നമ്മുടെ മതാധ്യാപകരുടെ മേഖലയിൽ നമ്മൾ നേരിടുന്നുണ്ട്. തീർച്ചയായും തിരിച്ചു വരാം. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, ഇവിടെ തോമസ് കുര്യൻ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത പരിശീലനം പ്രയോറിറ്റി ആയിട്ട് നമ്മൾ എത്രത്തോളം കാണുന്നുണ്ട്, ശരിക്കും ആത്യന്തികമായിട്ട് എത്രത്തോളം പ്രയോറിറ്റി ഇടവകകളിൽ സൺഡേ സ്കൂളിന് കിട്ടുന്നുണ്ട് എന്നത് അങ്ങ് പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രൊമൈസസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ഇടം വളരെ വലുതാണ്, ഈ ആംബിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആംബിയൻസ് നമുക്ക് എത്രത്തോളം ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിലെ മാത്രം കുറ്റം പറഞ്ഞത് കാര്യമില്ലല്ലോ, ആ വഴിക്കുള്ള ചർച്ചകൾ കൂടി നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് അങ്ങയുടെ അഭിപ്രായം? വിശ്വാസ പരിശീലനത്തിന് ഏറ്റവും അനുയോജ്യമായ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വിശ്വാസ സമൂഹത്തിന്റെ കടമ തന്നെയാണ്. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു കൊച്ചിടവകയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട തോമസ് സാർ. ആ കൊച്ചിടവകയിൽ ഒരുപക്ഷെ അതിന് പഠിപ്പിക്കാൻ പറ്റിയ അധ്യാപകർ ഉണ്ടാവില്ല. ഈ പുസ്തകം പഠിപ്പിക്കാനായിട്ട് നമുക്കിപ്പോ ക്രിസ്ത്യാനി വേണമെന്നൊന്നും നിർബന്ധമില്ല, ക്രിസ്തു വിശ്വാസം വേണമെന്നൊന്നുമില്ല. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഏത് സമുദായത്തിൽപ്പെട്ട സ്കൂളിലോ എവിടെയെങ്കിലും ഉള്ള ആളുകളെ വിളിച്ച് പഠിപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അതല്ല. അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയാണത്. അതിനോട് സഹകരിക്കത്തക്ക വിധത്തിലുള്ള ആളുകളെ ഒരുപക്ഷെ ആ ഇടവകയില്ലെങ്കിൽ മറ്റിടവകകളിൽ നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തെ കാര്യം അത് ഒരു രൂപതയുടെ കീഴിലെടുക്കുമ്പോൾ തൊട്ടടുത്ത ഇടവകളിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കോപ്റ്റ് ചെയ്യണം. ഈ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമായി വരുന്ന റെമ്യൂണറേഷൻ കൊടുക്കണമെങ്കിൽ ഓണറേറിയം കൊടുക്കാനായിട്ട് സഭാ സംവിധാനങ്ങൾ നിലവിൽ ഇത് നമ്മൾ ശുശ്രൂഷയായിട്ട് നമ്മൾ കാണുകയാണ്. പക്ഷെ നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ധാരാളം പണം നമ്മുടെ ഇടവകകൾ ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും മതാധ്യാപകരുടെ ഈ ഒരു ഇടപെടലിൽ അവർക്കൊരു റെമ്യൂണറേഷൻ കൊടുക്കുന്നതും പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്, അല്ലേ ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ? തീർച്ചയായിട്ടും അത് ശമ്പളത്തെക്കാൾ ഉപരി അത് നമുക്ക് സർക്കാർ സംവിധാനങ്ങളുടെ മതപഠനത്തിന് ഇന്ത്യ രാജ്യം നമുക്ക് നൽകുന്ന മൈനോറിറ്റി കമ്മീഷൻ നൽകുന്ന റൈറ്റിനെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ നമ്മുടെ രൂപതകൾക്ക് സാധിക്കുന്ന വിധത്തിൽ ധനസഹായം കൊടുക്കാൻ സാധിക്കുക. ഇത്തരത്തിൽ നമുക്കറിയാം ഇസ്ലാം സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തിലെ മതം പഠിപ്പിക്കുന്നവർക്ക് അല്ലെ വിശ്വാസം പരിശീലിപ്പിക്കുന്നവർക്ക് അത്തരത്തിൽ റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം പദ്ധതികളെ കുറിച്ച് ചിന്തിക്കണം. അതുപോലെ തന്നെ ചെറിയ ഇടവകളെ, വലിയ ഇടവകൾ, സാമ്പത്തികമായി കഴിയുന്ന ഇടവകൾക്ക് സാമ്പത്തികമായി കഴിയാത്ത ഇടവകളെ സഹായിച്ചുകൊണ്ട് പരസ്പരം കൊടുത്തുകൊണ്ട് ഇത്തരം വിശ്വാസ പരിശീലനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. ഭൗതിക സാഹചര്യങ്ങളെ കുട്ടികൾക്ക് അനുയോജ്യമായ വിധത്തിൽ ഒരുക്കാൻ കഴിയണം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാല് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഞങ്ങളൊരു പ്രത്യേക ദിവസത്തിൽ, ഞാൻ സൺഡേ സ്കൂളിൽ അധ്യാപകനായിരുന്നു 11, 12 ക്ലാസ്സുകളിൽ. ഇപ്പോൾ ചെറിയ സ്കൂളുകളിൽ ഞങ്ങൾ ഇരുത്തി പഠിപ്പിക്കുന്ന കാലത്ത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരം പല ഫിലിമുകളിൽ നിന്ന് സ്ലോട്ടുകൾ എടുത്ത് ക്ലിപ്പിങ്ങുകൾ എടുത്ത് ഞങ്ങൾ രൂപപ്പെടുത്തി ആ കുട്ടികളെ കാണിച്ചു. രാവിലെ 9 മണിക്കിരുന്ന കുട്ടികൾ 1 മണിയായിട്ടും എഴുന്നേറ്റ് പോകാൻ തയ്യാറായില്ല. കാരണം അവരിത് മുഴുവൻ ആർജിച്ചെടുത്തു. അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള സംഭവങ്ങളുടെ ഒരു ഏകദേശ രൂപം അവരുടെ മനസ്സിലേക്ക് പതിയാണ്. അത്തരത്തിലുള്ള ബോധന രീതി വരുമ്പോൾ ഈ ആംബിയൻസുകൾക്കൊക്കെ ഒരു പരിധിവരെ പ്രസക്തി ഇല്ലാതെ വരും. ബോധന രീതി പ്രധാനപ്പെട്ടതാണ്, പെഡഗോജി പ്രധാനപ്പെട്ടതാണ്. ആ ബോധന രീതിയിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചു വരാം. ഫാദർ ജോർജ് അങ്ങ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലാണ്, ചിക്കാഗോയിൽ ഇരുന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതും. തീർച്ചയായിട്ടും അവിടുത്തെ ഒരു കാറ്റഗിസം, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? തീർച്ചയായും അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു നമുക്കും എടുക്കാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ പറഞ്ഞ ദൃശ്യപരതയും ടെക്നോളജിയും ഒക്കെ എങ്ങനെയാണ് അവിടുത്തെ വിശ്വാസ്യത പരിശീലനത്തെ അത് ബൂസ്റ്റ് ചെയ്യുന്നത്? ഫാദർ ജോർജ് ധനവേലിൽ. യഥാർത്ഥത്തിൽ എനിക്ക് അതാണ് അടുത്ത ടോപ്പിക്കായിട്ട് പറയാനുള്ളത്. തീർച്ചയായും. അതായത്
ആവശ്യത്തിന് ഏറ്റവും നല്ല സിലബസ് ഇവിടെയുണ്ട്. കാരണം ഇവിടെ ഓരോ പ്രൈവറ്റ് ഏജൻസികളാണ്, പ്രൈവറ്റ് പബ്ലിഷേഴ്സ് ആണ് ഇവിടെ ഡയസിസിന് അല്ലെങ്കിൽ ഞാൻ ലാറ്റിൻ ചർച്ചിന്റെ കാര്യമാണ് പറയുന്നത്. US ബിഷപ്പ് കോൺഫറൻസിനോ അല്ലെങ്കിൽ ഈവൻ കനേഡിയൻ ബിഷപ്പ് കോൺഫറൻസോ ഒന്നും സഭയുടെ ഔദ്യോഗിക ടെക്സ്റ്റ് ബുക്കുകളില്ല. പകരം പല പബ്ലിഷ് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ ധാരാളം സയന്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്തി, റിസർച്ച് നടത്തി, ടീച്ചിങ് മെറ്റീരിയൽ ഉണ്ട്, സ്റ്റുഡൻസിന്റെ വർക്ക് ബുക്കുകളുണ്ട്, ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതുപോലെ സ്റ്റുഡൻസ് വർക്ക് ബുക്ക്, ടീച്ചേഴ്സ് വർക്ക് ബുക്ക്, ഇഷ്ടംപോലെ മെറ്റീരിയലുകൾ, വീഡിയോകൾ എല്ലാം ആവശ്യത്തിനധികം മെറ്റീരിയൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ തരത്തിലും ഈവൻ വലിയ പാരീഷിലൊക്കെ പെയ്ഡ് സ്റ്റാഫ് ഈ ഫെയ്ത്ത് ഫോർമേഷൻ പ്രോഗ്രാം നടത്തുന്നു. പെയ്ഡ് സ്റ്റാഫ് പല പാരീഷിലുമൊക്കെ ഡയറക്ടർ മീൻസ് ലേ പീപ്പിൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, റിലീജിയസ് എഡ്യൂക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വിത്ത് പേയ്മെന്റ് ഇതെല്ലാം നടത്തുന്നു. എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ, വളരെ സ്മാർട്ട് ക്ലാസ് റൂംസ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവ്. ഈവൻ 15,000 ഫെയ്ത്ത്ഫുൾ ഉള്ള, അതായത് 15,000 ആളുകളൊക്കെയുള്ള വലിയ വലിയ പാരീഷിൽ പോലും ഇവരുടെ എണ്ണം കുഞ്ഞുങ്ങൾ പറയുന്നത് 100-ൽ താഴെയാണ്. ഇതിന് വരുന്ന ടീച്ചേഴ്സ് ഇതിനെ ഒരു പ്രൊഫഷൻ ആക്കി കാണുന്നു. ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നല്ല ആംബിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, നല്ല ടീച്ചിങ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നു, നല്ല മെത്തഡോളജി പ്രൊവൈഡ് ചെയ്യുന്നു, എല്ലാം സൂപ്പറാ, പെഡഗോജി എല്ലാം. പക്ഷെ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വരാത്തത്? അവര് പോലും ഇതൊന്നുമില്ലാത്ത നമ്മുടെ അവർ വളരെ അത്ഭുതത്തോടെ, നമ്മുടെ സീറോ മലബാർ ചർച്ചിന്റെ ഇതൊന്നുമില്ലാത്ത നമ്മുടെ സംവിധാനങ്ങളെ അവർ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ട് അവർ ചോദിക്കുന്നു, എങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതിന് വരുന്നു? ഏകദേശം ഈ അമേരിക്കയിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതാണ്ട് 80 to 90% സ്റ്റുഡൻസും നമ്മുടെ ഫെയ്ത്ത് ഫോർമേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വലിയ ചേഞ്ചും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ വിശ്വാസ പരിശീലനത്തിലൂടെ കടന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ചേഞ്ച് നമുക്ക് കാണാനുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ സിലബസ് ആണ് എല്ലാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ശരി, ടീച്ചിങ് മെത്തഡോളജി ആണ് എല്ലാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാ. ഇതിന്റെ പ്രാധാന്യത്തെ ഞാൻ ഒട്ടും കുറച്ച് കാണിക്കുന്നില്ല. നമ്മൾ ഇതിനെ ഒരു അക്കാഡമിക് ലെവലിൽ കാണുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വരുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും. കാരണം ഞാൻ ഈ ഫെയ്ത്ത് ഫോർമേഷൻ പ്രോഗ്രാം പഠിച്ചത് യൂറോപ്പിലാണ്. അവിടുത്തെ പല ഇടവകകളും പല ഡയസസുകളും നടത്തുന്ന എന്താണെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെയും കാനഡയിലും ഒക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഇതിനെ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആക്കി മാറ്റരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ഫോർമേഷൻ ആയിട്ട് ഇതിനെ കാണണം. ശരി, പക്ഷേ ഈ ഫോർമേഷൻ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാഠപുസ്തകങ്ങളും സിലബസും തന്നെയാണല്ലോ. ഇപ്പോൾ അങ്ങേക്ക് തന്നെ പരിചയമുണ്ടല്ലോ, 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനങ്ങളിലുള്ള ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക എന്നൊക്കെ വലിയ വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ചകൾ, നമ്മുടെ ഫെയ്ത്ത് സംവിധാനങ്ങളുടെ ഔദ്യോഗികമായ നിലപാടുകൾക്ക് വിരുദ്ധമായ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ നമ്മൾ വന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽ അതൊക്കെ പെട്ടിട്ടുണ്ടോ? ആ കാലഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്തി ഒരു സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്വിക്കായ ആക്ഷനൊക്കെ എടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കേണ്ടതുമല്ലേ? വളരെ ക്വിക്കായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതിനെ കുറിച്ച് ഷാജി മാലിപ്പാറ സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് ഒരു മാറ്റങ്ങളൊക്കെ വരുത്തുക അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഒരു പുസ്തകം ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് എടുക്കുന്ന, ഇപ്പൊ 2004 പുസ്തകം തുടങ്ങിയെന്ന് പറഞ്ഞാലും ഇതെല്ലാ പുസ്തകവും 11th 12th ഗ്രേഡ് ഒക്കെ പൂർത്തിയാകുന്ന 2008 ആദ്യത്തെ 11-12 ക്ലാസ്സിലെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ ഇതിനകത്തൊരു വലിയൊരു പ്രോസസ് ഉണ്ട്. ഇത് ആർക്കും പെട്ടെന്ന് വരുത്താവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടീം പ്രിപ്പയർ ചെയ്ത് അവരതിന്റെ ഡ്രാഫ്റ്റ് വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് അത് സിനഡിന് കൊടുത്ത് സിനഡ് എല്ലാ ഡയസസിലേക്കും ഇത് അയച്ചു കൊടുത്ത് എല്ലാ ഡയസസിലും എനിക്കത് വളരെ വ്യക്തമായി മനസ്സിലാവും അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. പക്ഷേ നമ്മുടെ സമൂഹം കുട്ടികൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ, നമുക്ക് ഈ സാങ്കേതികത്വം അവിടെ നിൽക്കുമ്പോൾ പോലും അതിലൊരു ക്വിക്കായ ചില ഇടപെടലുകൾ നമുക്ക് ശ്രമിച്ചാൽ സാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അത് സാധിക്കാവുന്ന ഒരു മേഖലയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഈ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ ടെക്സ്റ്റ് അവിടെ നിൽക്കുമ്പോൾ തന്നെയും ഇതെങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളതിൽ മാറ്റം വരുത്താം. അവിടെയാണ് നമുക്ക് സാധിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ടീച്ചേഴ്സ് ട്രെയിനിനെ കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു ടീച്ചേഴ്സ്, നമ്മൾ ഓർക്കണം, അവരുടെ നല്ല മനസ്സുകൊണ്ട് മാത്രം വരുന്ന ടീച്ചേഴ്സ് ആണുള്ളത്. അവർക്ക് അവരുടേതായ പല പരിമിതികളുണ്ട്. ഒരു സൺഡേ സ്കൂൾ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലെ എല്ലാ പ്രയോറിറ്റികളും മാറ്റിവെച്ച് ഈ ശുശ്രൂഷയായിട്ട് അതിനെ കാണുന്നു, മറ്റ് ബെനിഫിറ്റ്സും ഇല്ലാതെ. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു നിലപാടും ധൈര്യവും അല്ലെങ്കിൽ അവരുടെ സഭാ സ്നേഹവും ഒക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടും
മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടും തന്നെ വേണം ഈ കാര്യങ്ങളിൽ ഇടപെടലെന്ന് വന്നത് വളരെ കൃത്യമാണ്. തിരിച്ചു വരാം, മാലിപ്പാറ സാറിനോട് തിരിച്ചു വരാം. അങ്ങ് ഈ മതാധ്യാപകർക്ക് ധാരാളം സെമിനാറുകളും ചർച്ചകളും ഒക്കെ നടത്തുന്ന ഒരാൾ കൂടിയാണ്. നമുക്ക് ഈ പറഞ്ഞ സാങ്കേതികത്വമായ ചില പിഴവുകൾ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ട്രെയിനിങ്ങിലൂടെ ഇതിനൊരു പരിഹാരം എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം സാധ്യമാണത്? അതേക്കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ പരിമിതികളോടെയാണ് നമ്മുടെ വിശ്വാസ പരിശീലനം മുന്നോട്ട് പോകുന്നത് എങ്കിലും ആ മേഖലയെക്കുറിച്ച് അത്യപാരമായ അഭിമാനം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, സമർപ്പിത മനസ്സോടെയുള്ള നിഷ്കളങ്ക മാനസരായ ആയിരക്കണക്കിന് അധ്യാപകർ നമുക്കുണ്ട്. അവർക്ക് ഒട്ടേറെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടായേക്കാം, പക്ഷേ അവരുടെ നല്ല മനസ്സിനെ ആദരിക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും തോമസ് കുര്യൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇതിൽ ഉത്തമമായ ബോധ്യമില്ലാതെ വരുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ടായേക്കാം, പക്ഷെ ഭൂരിപക്ഷം പേരും ഈ ഒരു ഉത്സാഹം കൊണ്ട് വരുന്നവരാണ്. അധ്യാപകർക്കുള്ള പരിശീലനം ആവശ്യത്തിന് വേണ്ടതുപോലെ നടക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ ആദ്യം പരാമർശിച്ചൊരു വിഷയത്തിലേക്ക് ഞാൻ വരാം. പലപ്പോഴും പ്രസക്തമായൊരു ചോദ്യമുണ്ട്, ഒരു ദൈവാലയമാണോ ഒരു വിശ്വാസ പരിശീലനമാണോ പ്രാദേശികമായ ഒരു സ്ഥലത്ത് ആദ്യം ഉണ്ടായത്? തീർച്ചയായും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു ദേവാലയമല്ല, ഒരു പള്ളിയല്ല, മറിച്ച് വിശ്വാസ പരിശീലനത്തിലേക്ക് കുട്ടികളെ അനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുന്നു. പള്ളി ദൂരെയാണെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്ക് സൺഡേ സ്കൂൾ സൗകര്യം അടുത്തുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് അതിനുവേണ്ടിയുള്ള ക്രമീകരണം നടത്തുന്നു. പിന്നീട് അതൊരു സ്റ്റേഷൻ പള്ളിയായി മാറുന്നു, പിന്നെ അത് പള്ളിയായി മാറുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം. തീർച്ചയായും. എന്ന് വെച്ചാല് വിശ്വാസ പരിശീലനം ഉണ്ടെങ്കിലേ പള്ളിയുള്ളൂ, ദേവാലയം ഉള്ളൂ, ഇടവക സമൂഹം ഉള്ളൂ എന്ന് നമുക്കറിയാം. ഇത് നമ്മൾ ആഴത്തിൽ പറയാറുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ അത്രത്തോളം പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു എന്ന് വേദനയോടെ പറയട്ടെ. അതിനൊരു കാരണം, ഞാൻ എല്ലാ രൂപതകളിലും തന്നെ അധ്യാപക പരിശീലനങ്ങൾക്ക് പോകാറുണ്ട്. അങ്ങനെ അധ്യാപക പരിശീലനത്തിന് ലീവ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അധ്യാപകർ പങ്കെടുക്കാൻ വരുന്നത്. അവർക്ക് വണ്ടിക്കൂലി അവരുടെ കയ്യിൽ നിന്ന് മിക്കവാറും കൊടുക്കുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഫീസ് അവർ കൊടുക്കുന്നു. എന്തെങ്കിലും അധിക സാമഗ്രികൾ അവർക്ക് ശേഖരിക്കണമെങ്കിൽ അതും കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. ചുരുക്കം ചില ഇടങ്ങളിൽ അത് ഇവർക്ക് നൽകുന്നതും കാണാറുണ്ട്. അപ്പൊ ഈ ട്രെയിനിങ് ഒക്കെ സഫലമാകാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് തീർച്ചയായും സഭ നൽകേണ്ടതാണ്. വളരെ ഔദ്യോഗികമായി ഇപ്പൊ ഇടവകയുടെ വരുമാനത്തിന്റെ 10% വിശ്വാസ പരിശീലനത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നൊക്കെ നമുക്ക് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വളരെ ഔദ്യോഗികമായിട്ട് അങ്ങനെ നിയമമുണ്ടോ? അങ്ങനെ ഒരു അലിഖിത നിയമം പലയിടത്തും കേൾക്കാറുണ്ട്, ചിലരെങ്കിലും അത് ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും അതങ്ങനെ നടക്കാതെ പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, വിദ്യാഭ്യാസ നിലവാരത്തിൽ എല്ലാവരും തുല്യരല്ല. ആ യോഗ്യതകൾ നോക്കിയിട്ടല്ല നമ്മൾ അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നത്. തീർച്ചയായും പ്രായോഗിക പ്രശ്നമുണ്ട് അതിനകത്ത്. അത് അതിൽ തന്നെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ആദ്യം നമ്മുടെ ചാക്കോ സാറ് പറഞ്ഞൊരു ക്രിസ്ത്യാനുഭവത്തിന്റെ അഗ്നി ഉള്ളിലുള്ള ആളുകളെ കണ്ടെത്തി ഇത് ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ വന്നാൽ ഇവരുടെ ഈ പരിമിതികളെയൊക്കെ നമുക്ക് ക്ലാസ് മുറിയിൽ അതിലംഘിക്കാൻ പറ്റും. അത്ഭുതങ്ങൾ നടക്കുന്ന ക്ലാസ് മുറികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതിലേക്കുള്ള പ്രായോഗികമായ ചില പാഠങ്ങൾ കൊടുക്കുന്നതിന് അധ്യാപക പരിശീലനം അവർക്ക് നൽകേണ്ടതാണ്. അത് ചിട്ടയോടെ നൽകാൻ, അത് ക്രമമായി നൽകാൻ നമുക്ക് കഴിയണം. ഒത്തിരി സാങ്കേതികത്വം ഒക്കെ അതിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ കൂടി കാര്യം കൂടി ചേർത്ത് പറയട്ടെ, ഈ മേഖലയിലല്ല, നമ്മുടെ നാട്ടിലേക്ക് ഏത് കാര്യം എടുത്താലും കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് മതി എന്നാണ്. പകുതി ശ്രദ്ധ മതി കുട്ടികൾക്ക് എന്ന അപകടകരമായ ഒരു കാര്യം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സമൂഹത്തിലുണ്ട്, സഭയിൽ മാത്രമല്ല സമൂഹത്തിലുണ്ട്. അത് മാറിയിട്ട് കുട്ടികളുടെ കാര്യത്തിന് പരമ പ്രാധാന്യം കൊടുക്കണം എന്ന്. പക്ഷെ കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങളിൽ ആരെങ്കിലും ആ ന്യായം പറയാറില്ലല്ലോ. കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്കൂളിലെ വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക്, എല്ലാ സാധ്യതകളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ലേ? അല്ല, അങ്ങനെ അത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും വേണ്ടത്ര ഉപകാരപ്രദമാകുന്ന തരത്തിലല്ല. ഞാനൊരു സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ പേരൻസിനോട് പറയുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും തിരിച്ചു വരാം. ഡോക്ടർ ചാക്കോ കളമ്പറമ്പിൽ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അപ്പോളറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സംരക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ലവ് ജിഹാദ് പോലുള്ള പ്രവണതകളൊക്കെ വരുമ്പോൾ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ത്രിത്വത്തെക്കുറിച്ച്, നമ്മുടെ സെയിന്റ് പോളിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ത്രിത്വത്തെക്കുറിച്ചൊക്കെ വലിയ ചോദ്യങ്ങളുമായി ചോദിച്ചാണ് അവർ നമ്മൾ ഈ പറയുന്ന യുവതികളെയും ഒക്കെ വീഴ്ത്തുക. ശരിക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എവിടെ നിന്നാണ് ശരിക്കും
ഒരു കുട്ടി ആർജിക്കേണ്ടത്? പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ പലപ്പോഴും കാണുന്നത്, നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് മാത്രമല്ല ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നിയത്, ആരെങ്കിലൊക്കെ ചോദ്യം ചോദിച്ചാൽ അവനൊരു പ്രശ്നക്കാരനായി മാറാറുണ്ട്. അത് അധ്യാപകരുടെ കുറ്റമാകണമെന്നില്ല, കാലാകാലങ്ങളിൽ അങ്ങനെ ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ആരോ ചോദിക്കും, ചോദ്യങ്ങൾ എവിടെ ചോദിക്കും? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനും ഞാൻ പറഞ്ഞ വളരെ പോസിറ്റീവായ തർക്കങ്ങളിൽ ഏർപ്പെടാനും അവന് ക്ലാരിറ്റി കിട്ടാനുമുള്ള ഇടങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിത പരിശീലന പ്രക്രിയയിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും? ഡോക്ടർ ചാക്കോ. അതിനു മുമ്പ് ഒന്ന് രണ്ട് ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എന്റെ അഭിപ്രായം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കഴിഞ്ഞ ഒരു 200 വർഷം ഉണ്ടായ മാറ്റങ്ങളെക്കാൾ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ 20 വർഷം ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷം ഉണ്ടായ മാറ്റങ്ങളെക്കാൾ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് കഴിഞ്ഞ 2 വർഷങ്ങളുണ്ടാകുന്നത്. ഇങ്ങനെ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തില് നമ്മളുടെ സൺഡേ സ്കൂളുകളുടെ പരിഷ്കരണങ്ങളും അതുപോലെ തന്നെ പഠന രീതികളും ബോധന രീതികളും ഒക്കെ പതിറ്റാണ്ടുകൾ എടുത്ത് മാറുക എന്ന് പറയുന്നത് നമ്മൾ കാലത്തിനൊത്ത് ഓടാതെ ഇരിക്കുന്നതിന്റെ ഒരു പ്രവണതയാണ്. അതിനെ എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം എനിക്ക് തോന്നിയത്, വിശ്വാസ പരിശീലനത്തിന്റെ ആവശ്യകത പ്രത്യേകിച്ച് അധ്യാപകർക്ക് വളരെ അടിയന്തര പ്രാധാന്യമുള്ളതാണ്. കാരണം ഇപ്പൊ കോളേജ് അധ്യാപകർക്ക് വരെ ശരിക്കും UGC അടക്കം പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കുന്ന മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക്. അപ്പൊ വിശ്വാസ പരിശീലനത്തിൽ സഭയുടെ കാലാകാലങ്ങളിലുള്ള എൻസൈക്ലിക് ആയാലും പഠനങ്ങളായാലും അപ്പസ്തോലിക ലേഖനങ്ങളായാലും ഇതൊക്കെ പഠിപ്പിക്കാനും സഭയുടെ പാരമ്യങ്ങളും നിയമങ്ങളും കാലാനുസൃതമായിട്ട് എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തിക്കുന്നത് അറിയേണ്ടതും പരിശീലനത്തിന് അധ്യാപകർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അവരുടെ അനുദിന വളർച്ചയ്ക്ക്, വിശ്വാസ വളർച്ചയ്ക്ക് ആവശ്യമായ പരിശീലനവും ആവശ്യമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് എന്റെ ഓർമ്മ, എന്നെ മതാധ്യാപനം പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആ കാലത്ത് ഇറങ്ങിയൊരു സിനിമയാണ് ഷോലെ. അപ്പൊ 3 ഞായറാഴ്ചകളിൽ അദ്ദേഹം വിശ്വാസ പരിശീലന ക്ലാസ് ഞങ്ങൾക്ക് ഷോലയുടെ കഥ പറഞ്ഞു തരികയായിരുന്നു. അപ്പൊ വാസ്തവത്തിൽ അത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ട്, അതായത് ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണത്. അന്ന് പരിശീലനമില്ല, അവർക്ക് അതിനെക്കുറിച്ച് അതിനെ പ്രത്യേകം അറിഞ്ഞുകൂടാ, ഈ പുസ്തകം പഠിപ്പിക്കാൻ ഒരുപാട് ദിവസവും വേണ്ട, അതുകൊണ്ട് ചെയ്തു പോയതാണ്. അതല്ല, നമുക്ക് പരിശീലനം അടിയന്തരമായി വേണം. പിന്നെ ഫെയ്ത്ത് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സഭയുടെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമാണ്. ഫെയ്ത്ത് ട്രാൻസ്മിഷന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഇടവക സമൂഹമായ രൂപതാ സമൂഹമോ ആ സഭാ സംവിധാനമോ മുമ്പോട്ട് പോകുന്നതിൽ പരാജയപ്പെട്ടു പോകും. നമ്മുടെ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഞാൻ പറഞ്ഞതുപോലെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൂടെ തന്നെയാണ് ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനി ആയിരിക്കണം, ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്തു വിശ്വാസിയായിരിക്കണം, ഈ ചോദ്യത്തെ മനസ്സിൽ കരിങ്കല്ലിൽ എഴുതിയ ചിത്രം പോലെ പതിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേവലം കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഉത്തരം എഴുതിക്കൊണ്ട് കുട്ടി കടന്നു പോയാൽ അവൻ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിലെ ചോദ്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോവും. അവനെ പഠിപ്പിക്കുന്ന തെറ്റായ ചോദ്യങ്ങളുടെ മനസ്സിലേക്ക് കരിങ്കല്ലിൽ ചിത്രം പോലെ എഴുതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അത് പഠിപ്പിക്കേണ്ട മേഖല കൃത്യമായി പഠിപ്പിക്കണം. ഉദാഹരണം പറഞ്ഞാൽ +1, +2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മറ്റ് മതങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് മറ്റു മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം മതത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് ഇസ്ലാം മതം പറയുന്ന കാര്യങ്ങളാണ് അവിടെ എടുത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ അംശമുണ്ടെന്ന് സഭ പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിന്റെ പൂർണ്ണത കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിലാണ്. ഇത്തരം കാര്യങ്ങളിൽ വലിയ ഇരകളായി മാറുമ്പോൾ അവരെ ടെക്സ്റ്റ് ബുക്കാണ് ഉയർത്തി കാട്ടുന്നത്. അവിടെയാണ് വളരെ അപകടപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉള്ളത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ. അപകടം പിടിച്ച ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടും കാര്യം പറഞ്ഞു കൊടുക്കേണ്ടിടത്ത് കാര്യം പറഞ്ഞു കൊടുക്കാതെ പ്രീണനയം സ്വീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. കൃത്യമായിട്ടും ഇതാണ് ഇതിന്റെ വസ്തുത, ഈ വിശ്വാസത്തിന്റെ പ്രത്യേകത ഇതാണ്, ഈ മതവിശ്വാസത്തിന്റെ പ്രത്യേകത ഇതാണ്, നമ്മുടെ മതവിശ്വാസത്തിന്റെ പ്രത്യേകത ഇതാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, ഇത് തമ്മിലുള്ള എന്തെങ്കിലും അന്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതും ഇതും തമ്മിൽ വ്യത്യാസമില്ല, പിന്നെ ഞാൻ അതിൽ പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന കുട്ടികളായിരിക്കും നമുക്ക് ഉണ്ടാകുക. അത് നമ്മൾ തിരിച്ചറിയണം, അത് തിരുത്തണം, അത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി പതിറ്റാണ്ടുകളിലേക്ക് പോകാനുള്ള എന്റെ അഭിപ്രായം അടിയന്തരമായി ചെയ്യണം. ഒരു നോൺ ഡീറ്റെയിൽഡ് ആയിട്ടോ അല്ലെ ഒരു മറ്റൊരു പുസ്തകമായിട്ടോ വേണമെങ്കിൽ അത് ഇറക്കിക്കൊണ്ട് വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തേ മതിയാവൂ എന്നുള്ളതല്ലേ. ശരി, ശ്രീ തോമസ് കുര്യൻ, ഇവിടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എന്തൊക്കെ പ്രായോഗികമായ ഇടപെടൽ നടത്താൻ പറ്റും? ഇവിടെ ആദ്യഘട്ടത്തിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ സൺഡേ സ്കൂൾ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും അതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നത് സത്യമാണ്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളിൽ ഈ പ്രോസസ്സുകളോടുള്ള ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം നമുക്കറിയാം നമ്മുടെയൊക്കെ സൺഡേ സ്കൂളുകൾ പ്രക്രിയകളിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികൾ, ആ സംവിധാനങ്ങളിൽ നിന്ന് പോലും പല കുട്ടികളും മാറുന്ന ഒരു അപകടകരമായ കാഴ്ചയുണ്ട്. അത് കൂദാശകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, സൺഡേ സ്കൂളിൽ നിന്നും വലിയൊരു വിഭാഗം മാറുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഈ നമ്മുടെ മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയല്ലേ? അതിനിപ്പോൾ ആർക്ക് ഇടപെടാൻ സാധിക്കും? അത് വൈദികരുടെ ഉത്തരവാദിത്വം മാത്രമാണോ, അതോ ആർക്കാണ് ആ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുന്നത്? അതിന് മാതാപിതാക്കളുടെ വലിയൊരു പങ്ക്
പ്രാധാന്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ. അപ്പോൾ തന്നെ അതിന്റെ മറുവശത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരുടെ മതപഠനമായിട്ട് നമ്മൾ അല്പം ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരിയാണ്. അപ്പോ ഇപ്പൊ മദ്രസകളില് അവരുടെ കമ്പൽസറിയാണ് ഡെയിലി എല്ലാ ദിവസവും കുട്ടികള് 40 മണിക്കൂർ പ്രോഗ്രാം അല്ലത് അല്ലേ? അല്ല, അവര് ദിവസവും ഡെയിലി രാവിലെ എഴുന്നേറ്റ് മദ്രസയിൽ വന്ന് വേദപാഠം പഠിച്ച് അവരുടെ വിശ്വാസ പരിശീലനം കിട്ടി, എന്നിട്ട് വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചു കഴിഞ്ഞാണ് പിന്നെയും അവര് പോകുന്നത്. കാരണം അവർക്ക് മതപരമായി തന്നെ ഹൈരാർക്കിയിൽ നിന്ന് അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും ഒരു നിയമരീതികളും, അത് അങ്ങനെ പറ്റൂ, ഇവിടത്തെ രീതി ഇങ്ങനെയാണ്, ഈ മതത്തിൽ ഇങ്ങനെയാണ് എന്നുള്ള കൃത്യമായ ചിട്ടയും നിയമങ്ങളും ഉള്ളത് കൊണ്ട് ചെറുപ്പം മുതലേ ആ കുട്ടികൾ ആ ശീലത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ പെന്തിക്കോസ് സമൂഹത്തിലായാലും പിള്ളേര് പോകുന്നത് ബൈബിളുമായിട്ടേ പോകുള്ളൂ. അതെ, നമ്മുടെ സൺഡേ സ്കൂളിൽ ബൈബിളുമായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ പ്രത്യേകത. അവിടെ അവരെ അനുഭവ തലത്തിൽ നിന്നാണ് അവര് വചനം പഠിപ്പിക്കുന്നത്. അനുഭവത്തിൽ നിന്ന് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട് അവരെ, വചനം. അതുകൊണ്ട് നമ്മളോട് ഇപ്പോഴ് ഒരാള് അതങ്ങനെയാ ഇങ്ങനെയാന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പറ്റുന്നില്ല. ഇതൊന്ന് കേൾക്കുക. പക്ഷേ നന്മകളെല്ലാം നിലനിൽക്കുകയും നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിൽ ഒരു കുറവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ തീവ്രവാദികളെ ഒന്നും ഉണ്ടാക്കുന്നില്ല മതം പഠിപ്പിച്ച്, പക്ഷെ തീഷ്ണമതികളെയും ഉണ്ടാക്കുന്നില്ല. നമ്മൾ എല്ലാരും പറയുന്നില്ല മതം പഠിപ്പിക്കരുത്, മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയത ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വലിയ മത തീവ്രവാദം ഉണ്ടാവും. നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് 12 വർഷം നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല. നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം. പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? തീഷ്ണമതികളും ഇല്ല. കൃത്യമായിട്ട് നമ്മള് ദൈവവചനം കുട്ടികളെ ആഴത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈബിൾ പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ അഭ്യസിപ്പിക്കുക. അപ്പൊ ശൈശവത്തിൽ അവർക്ക് കിട്ടിയാൽ വാർദ്ധക്യത്തിലും അവയിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അപ്പൊ അതിനോട് ചേർത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പൊ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നതന്നെ, എടാ നീ ഫസ്റ്റ് വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങി ജയിച്ചോണം. അപ്പൊ അവരെ ഫോക്കസ് ചെയ്യുന്നത് ഉയർന്ന മാർക്ക് വാങ്ങി ഫസ്റ്റ് വാങ്ങി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടും ഉത്തേജനം അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിക്കുന്ന കുട്ടിക്ക് യഥാർത്ഥത്തിൽ വിശ്വാസവുമായിട്ടോ വിശ്വാസത്തിന്റെ തലത്തിൽ ജീവിത വിശുദ്ധിയുടെ തലത്തിൽ അവർ നേരെ താഴോട്ട് കിടക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സാക്ഷ്യ ജീവിതം. അപ്പൊ അത് നമ്മള് നേരത്തെ ചാക്കോ സാർ പറഞ്ഞ പോലെ ആ ക്രിസ്തു കേന്ദ്രിതമായ അനുഭവ തലത്തിൽ, എക്സ്പീരിയൻസ് തലത്തിലോട്ട് കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്ത് വളർത്തേണ്ടത് സഭയുടെ അല്ലെങ്കിൽ വൈദികരുടെ മാതാധ്യാപകരുടെ ഒപ്പം മാതാപിതാക്കളുടെ ഇതിൽ കൂടുതൽ ഉത്തരവാദിത്വം ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിൽ മാതാപിതാക്കൾക്ക് തന്നെയല്ലേ? ഇനിയിപ്പോ നമ്മൾ സഭയിൽ വിടുന്നില്ലെങ്കിൽ അല്ലെ പള്ളി വിടുന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനം മാതാപിതാക്കൾക്ക് തന്നെയാണ്. അപ്പൊ ഈ വീട്ടിലുള്ള കുറവ് പരിഹരിക്കാനായിട്ടാണ് ഈ പള്ളിയിലുള്ള കാറ്റഗിസം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ പണ്ട് ആദ്യ കാലഘട്ടത്തൊന്നും അത് ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷെ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ട അറിവോ ജ്ഞാനമോ വിശ്വാസമോ ഇല്ല. അപ്പൊ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സമൂഹമായി ഇടവക കേന്ദ്രിതമായി കുഞ്ഞുങ്ങളെ വിശ്വാസം പരിശീലിപ്പിക്കുകയാണ്. അടിസ്ഥാനപരമായി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. അതിൻ്റെതായ ഒരു വലിയ കുറവ് ഇന്ന് സമൂഹത്തിലുണ്ട്. ശരി, ഫാദർ ജോർജ് അലമേൽ, ഇവിടെ ഒരു കാര്യം പ്രസക്തമല്ലേ? നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനങ്ങൾ, നമ്മുടെ വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രങ്ങൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആകണമെന്നൊക്കെ അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ടൈമിങ്ങിന്റെ കാര്യത്തിൽ. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, ഈ ഞായറാഴ്ച തന്നെ എത്ര ക്ലേശകരമായിട്ടാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടത്, അതിന്റെ ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരുന്നാലും ഇതിൽ കൊടുക്കുന്ന കണ്ടന്റുകളുടെ വോളിയത്തിൽ, ഇതിൽ കൊടുക്കുന്ന ആശയങ്ങളുടെ വോളിയത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടി കണിശതയൊക്കെ കൊടുത്താൽ ഈ കുട്ടികൾ മറ്റു വിശ്വാസത്തിലേക്കും തെറ്റിദ്ധാരണകളിലേക്കും നിരീശ്വര ഭാവത്തിലേക്കൊക്കെ പോകുന്നത് തടയാൻ സാധിക്കുകയില്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
എനിക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ ചോദിച്ചതിനനുസരിച്ച് ഇതിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആകണം എന്നുള്ള ഒരു ചിന്തകളൊന്നും എനിക്കില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈ കൊച്ചിനെ എന്തിനാണ് ഒരു സ്റ്റുഡന്റിനെ ഒരു പേരന്റ് ഫെയ്ത്ത് ഫോർമേഷൻ പ്രോഗ്രാമിന് വിടുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് വിടുന്നത്? ഒരു പേരന്റിനോട് ചോദിച്ചാൽ എന്തിനാണ് നിങ്ങളുടെ കൊച്ചിനെ വിശ്വാസ പരിശീലനത്തിന് വിടുന്നത്? പലപ്പോഴും അവർ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നല്ല സ്വഭാവത്തിൽ വളരാൻ എന്ന് പറയും. കൊച്ചിന്റെ സ്വഭാവം ഒന്ന് മെച്ചപ്പെടാൻ, കൊച്ചിന്റെ സ്വഭാവം മെച്ചപ്പെടാൻ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഫെയ്ത്ത് ഫോർമേഷൻ പ്രോഗ്രാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു നല്ല വിശ്വാസിയായിട്ട് സഭയിലും സമൂഹത്തിലും ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്ന ഒരു ജീവിതം, അങ്ങനെ ഒരു ചിന്ത ആണോ ഫെയ്ത്ത് ഫോർമേഷൻ വിടുന്നത്? നല്ല വിശ്വാസമുള്ള ഒരു കുഞ്ഞായിട്ട് എന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഈ സമൂഹത്തിൽ ജീവിക്കണം. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ എത്ര പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനത്തിന് വിടുന്നുണ്ട്? നമുക്ക് വിശ്വാസ പരിശീലന രംഗത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു ചിന്ത, വളരെയേറെ പരിമിതികളുണ്ട്. പരിമിതി എന്ന് പറയുന്നത് ഇപ്പൊ 40 മണിക്കൂറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. 40 മണിക്കൂറൊന്നും കിട്ടുന്നില്ല. മാക്സിമം 35 മണിക്കൂറാണ് മാക്സിമം നമ്മൾ പോലും സജസ്റ്റ് ചെയ്യുന്നത്. 35 മണിക്കൂർ സജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്നത് 30 മണിക്കൂറാണ്, പരീക്ഷയും എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട്. ഈ 30 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12 വർഷം പഠിക്കുമ്പോൾ 360 മണിക്കൂറേ ഉള്ളൂ. 360 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഇതുണ്ട്. നമുക്ക് ഇത്ര വളരെ കുറഞ്ഞ ഒരു സമയത്ത് ഈ സൺഡേ സ്കൂൾ സംവിധാനങ്ങൾക്ക് ചെയ്യാവുന്നതിന് വളരെയേറെ പരിമിതികളുണ്ട്. സമയം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ 1 മണിക്കൂർ കൊണ്ട് ഈ ടീച്ചേഴ്സിന് എന്തെങ്കിലും അത്ഭുതം സൺഡേ സ്കൂളിൽ നടത്താൻ പറ്റുമോ? ഞാൻ വിചാരിക്കുന്നില്ല. സൺഡേ സ്കൂളിൽ ഒരു വലിയ അത്ഭുതം നടത്താൻ പറ്റുമെന്നൊന്നും. വീട്ടിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ വിശ്വാസത്തില് ചില കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ മാത്രമേ ഈ സൺഡേ സ്കൂൾ സംവിധാനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത് പേരൻസ് കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. കുഞ്ഞിനെ എന്തിനാണ് സൺഡേ സ്കൂളിലേക്ക് വിടുന്നത്? നല്ലൊരു വിശ്വാസിയായിട്ട് സഭയിലും സമൂഹത്തിലും ജീവിക്കാനായിട്ടാണ്. വീട്ടിൽ നിന്ന് കിട്ടുന്ന വിശ്വാസ പരിശീലനത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്താൻ മാത്രമേ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്താം, അത് വരുത്തേണ്ടതാണ്. അതിനകത്ത് സിലബസ് കാലികമായിട്ട് മാറ്റണം, യാതൊരു സംശയവുമില്ല. മെത്തഡോളജി മാറ്റണം, ഒക്കെ ശരിയാണ്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് പ്രസന്റ് ചെയ്തിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഇസ് എ റെഫറൻസ് ടെക്സ്റ്റ്. ഇതൊരു റെഫറൻസ് ടെക്സ്റ്റ്, ഒരു സോഴ്സ് ബുക്കാണ്. നമ്മുടെ ഇന്നത്തെ ടെക്സ്റ്റ് ബുക്കുകളെയൊക്കെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. ഒരു റെഫറൻസ് ടെക്സ്റ്റ് ഒരു സോഴ്സ് ബുക്ക് ആയിട്ട് കണ്ടിട്ട് അതിനെ വളരെ മനോഹരമായിട്ട് ടീച്ചേഴ്സിന് പ്രസന്റ് ചെയ്യാനായി ഇപ്പോഴത്തെ കാലിക പ്രശ്നങ്ങളെയല്ല, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വലിയ പ്രശ്നമായിട്ട് ഇപ്പൊ പറയുന്ന ഈ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഹയർ ക്ലാസ്സുകളിൽ ഒരു ഡിസ്കഷൻ രീതിയിലേക്ക് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ആ രീതിയിൽ ഇതിനെയൊക്കെ ഡിസ്കസ് ചെയ്ത് തീർച്ചയായിട്ടും നടത്താനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് പേരൻസ് ഇതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. നല്ല ടീച്ചേഴ്സ് നമുക്കുണ്ട്, അവരുടെ ഡെഡിക്കേഷൻ നമ്മൾ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അവരുടെ ആ ഒരു ഗുഡ് വില്ലിനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കാണിക്കരുത് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ഈ 2015 സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ വിശ്വാസ പരിശീലനം എന്ന പേരിൽ ഒരു പുസ്തകം നമ്മൾ ഇറക്കി. അത് ടീച്ചേഴ്സിന് ഒരു ഹാൻഡ് ബുക്ക് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായി. അതുപോലെ 2018 വിശ്വാസ വഴിയിലെ സംശയങ്ങൾ എന്ന് പറഞ്ഞു ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു പുസ്തകമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയരുത്. പക്ഷെ ഇതൊക്കെ എത്രമാത്രം ടീച്ചേഴ്സിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇറക്കുന്ന പല കാര്യങ്ങളും. ഇപ്പൊ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, നമ്മളൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയാൽ എത്ര ടീച്ചേഴ്സ് അതിൽ പങ്കെടുക്കുന്നുണ്ട്? നമ്മൾ പേരൻസിന് ഒരു പ്രോഗ്രാം ഇടവകയിൽ നടത്തിയാൽ എത്ര പേരൻസ് അതിൽ പങ്കെടുക്കുന്നുണ്ട്? നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾ എന്ന നിലയിൽ എനിക്ക് ഇതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം പലപ്പോഴും ഫാദർ, നമുക്ക് അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക? അത് എന്റെ സംശയം ഇതാണ്, അത് നമുക്ക് അതിന്റെ പ്രാധാന്യം കൃത്യമായ രീതിയിൽ ഈ ഇടവകയിലെ വൈദികരിലൂടെയും സൺഡേ സ്കൂൾ അധ്യാപകരിലൂടെയും ഒക്കെ കൺവേ ചെയ്യപ്പെട്ടാൽ അതിനാളുകൾ വരാതിരിക്കുകയില്ലല്ലോ. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതാണോ, അതോ നമ്മളിത് നിർബന്ധിക്കാത്തത് കൊണ്ടാണോ? നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് നിർബന്ധം കാണിച്ചാൽ എന്താണ് പ്രശ്നം? കാണിച്ചുകൂടെ? നമുക്ക് മറ്റു സമൂഹങ്ങൾക്ക് അത് ചെയ്യാമെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ? നിർബന്ധം കാണിക്കുക എളുപ്പമാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ എത്രയോ പരിമിതികളുണ്ട്. എത്രമാത്രം നിർബന്ധം കാണിക്കാനായിട്ട് സാധിക്കും? ഇപ്പൊ ഞാൻ പറയാം, ഞാനൊരു രൂപത ഡയറക്ടറായിരുന്നു. എനിക്ക് കിട്ടുന്ന പരാതികളിൽ പലതും സൺഡേ സ്കൂളിലെ അച്ഛന്മാര് സ്ട്രിക്റ്റ് ആണ്, ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാത്ത പിള്ളേരോട് സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ശരിക്കും അച്ഛന്മാർ ഇത് സ്ട്രിക്റ്റ് ആകുന്നതിന്റെ പേരുള്ള പരാതിയും പലപ്പോഴും രൂപത ഡയറക്ടർക്ക് കിട്ടുന്നത്. ടീച്ചേഴ്സിനെ കുറിച്ചുള്ള പരാതി, അവർ കൂടുതൽ സ്ട്രിക്റ്റ് ആകുന്നു. ഇങ്ങനെയാണോ? ഇതൊരു ഫോർമേഷൻ അല്ലേ? നമ്മുടെ പേരൻസ് യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടേതായിട്ടുള്ള രീതി, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ടൈം ടേബിളിനനുസരിച്ച് നമ്മുടെ സൺഡേ സ്കൂളിന്റെ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക എന്നാണ് പേരൻസ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ആവശ്യപ്പെടുമ്പോൾ ഇതിനിടയ്ക്ക് എൻട്രൻസ് പരിശീലനങ്ങൾക്ക് വിടുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് മാത്രം ഇതിനെ കാണുന്ന വലിയൊരു സമൂഹവും മാതാപിതാക്കളുടെ ഇടയിൽ ഉണ്ടെന്നുള്ള അതിനകത്തെ വലിയൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു എന്റെ ഒരൊറ്റ ചോദ്യം, ഈ പറയുന്നത്ര പ്രാധാന്യം
പേരൻസ് ഈ ഫെയ്ത്ത് ഫോർമേഷൻ കൊടുക്കുന്നുണ്ടോ? ശരി തിരിച്ചു വരാം. ഞാൻ അവസാനത്തിലേക്ക് ചോദിച്ചു. ഡോക്ടർ ചാക്കോ കളമറമ്പിൽ ഏറ്റവും അവസാനത്തിലേക്ക് ചോദ്യം. ഇവിടെ സൺഡേ സ്കൂളിലെ സംവിധാനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കുകളാരും പറഞ്ഞു. പക്ഷേ ഇവിടെ പേരൻസിന് ഈ കാര്യത്തോടുള്ള, ഈ പ്രക്രിയകളോടുള്ള ഒരു താല്പര്യക്കുറവോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം, അറിവില്ലായ്മയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് സഭയ്ക്ക് പരിഹരിക്കാൻ സാധിക്കുന്നത്? അത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിത പരിശീലന സംവിധാനങ്ങളുടെ തന്നെ ഭാവി, അല്ലെങ്കിൽ ഈ തലമുറയുടെ ഭാവി തന്നെ ആശങ്കപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണത്. അതായത് വിശ്വാസ പരിശീലന കളരി എന്ന് പറയുന്നത് ഭവനങ്ങളാണ്, കുടുംബങ്ങളാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പത്രക്കാരൻ ചോദിച്ചു, നാളത്തെ ലോകം എന്തിനെ ആശ്രയിച്ചിരിക്കും? നാളത്തെ ലോകം സഭയെ ആശ്രയിച്ചിരിക്കും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അവർ ചോദിച്ചത്, നാളത്തെ സഭ എന്തിനെ ആശ്രയിച്ചിരിക്കും? വൈദികരെ ആശ്രയിച്ചിരിക്കുന്ന മറുപടിയാണ് നൽകിയത്. നാളത്തെ വൈദികരെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി നാളത്തെ മാതാപിതാക്കളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ സഭയും ലോകവും എല്ലാം മാതാപിതാക്കളെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ അഡൽട്ട് കാറ്റഗിസം എന്ന് പറയുന്നതിനെ നമ്മൾ ഒട്ടും കുറച്ച് കാണേണ്ടതല്ല. ഈ 15 വയസ്സ് വരെ അല്ലെ 12ാം ക്ലാസ്സിലുള്ള വിദ്യാഭ്യാസമല്ല മതപഠനം എന്ന് പറയുന്ന, വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. അഡൽട്ട് കാറ്റഗിസം ഇതിന്റെ ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറേണ്ടത് തന്നെയാണ്. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ കൂട്ടാനായിട്ട് വന്നിരിക്കുന്ന അമ്മമാരെ നമുക്ക് കാണാം. ഞങ്ങളുടെ പല സ്കൂളുകളിലും ആ അമ്മമാരെ വിളിച്ചുകൂട്ടി ആ സമയത്ത് പ്രത്യേക ക്ലാസ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, പ്രത്യേക ഇടവകളുണ്ട്. അപ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലുള്ള കുട്ടികളെ കൂട്ടാൻ വന്നിരിക്കുകയാണ് 2 മണിക്കൂർ. വെറുതെ ഇരിക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് അഡൽട്ട് കാറ്റഗിസം കൊടുക്കുക. അത്തരത്തിലുള്ള പരിശീലന പദ്ധതികൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ആരത് ചിന്തിക്കുക. ഒരു കാര്യം, ഈ ജീവിത ശൈലിയും പഠന രീതിയും പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് അപജയം ഉണ്ടാവും. ഈ പഠന രീതി ജീവിത ശൈലിയോടും പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കണം. പിന്നീട് അപ്പോളജറ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു നമുക്ക് ആവശ്യമാണ്. വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അപ്പോളജറ്റിക് മെത്തേഡ് നമുക്ക് ആവശ്യമാണ്. അതോടെ തന്നെ ഒരു ഓർത്തഡോക്സി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ ഓർത്തഡോക്സി എന്ന് പറയുന്നത് അത് അടിസ്ഥാന പ്രശ്നമാണ്. സഭാ നിയമങ്ങളില്, ആചാരങ്ങളില്, പാരമ്പര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ലിബറലിസം വന്നു കേടുകയാണ്. ആ ലിബറലിസം എന്ത് ചെയ്യുന്നു? നമ്മളെ തകർത്ത് കളയും. ആ ലിബറലിസത്തിനെതിരെ നമ്മൾ വിജിലന്റ് ആയി നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. യൂറോപ്പിൽ നമുക്കറിയാവുന്നതാണ്, വിജിൽ മാസുകൾ നടത്തി ഞായറാഴ്ച കുർബാനകൾ മാറ്റിവെച്ചിട്ട് അവസാനം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കാനുള്ള അവസരമായി മാറ്റി പിന്നീട് വന്ന തലമുറകൾ. ഒരു തലമുറയിൽ അത് സഭാ നേതൃത്വം അംഗീകരിച്ചു കൊടുത്തു. ശനിയാഴ്ചത്തെ വിജിൽ മാസ് നടത്തിയുള്ള ഞായറാഴ്ചത്തെ കുർബാന എക്സംപ്റ്റ് ചെയ്തു. പിന്നീട് വന്ന തലമുറ നോക്കുമ്പോൾ ഞായറാഴ്ച ആഘോഷിക്കാനുള്ളതും ശനിയാഴ്ച എന്തിനാ വിജിൽ മാസത്തിന്റെ പ്രത്യേകത, ഞായറാഴ്ചയല്ലേ കർത്താവ് ഉയർത്ത ദിവസം എന്ന് പറഞ്ഞാൽ അവർ അത് ഒഴിവാക്കി. ഓട്ടോമാറ്റിക് ആയിട്ട് ഞായറാഴ്ച ആഘോഷ ദിവസങ്ങളാക്കി മാറ്റി ശനിയാഴ്ചത്തെ വിജിൽ മാസം നിന്നു. അങ്ങനെ യൂറോപ്പിൽ വിശ്വാസം പാടെ അറ്റുപോയ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ പൊട്ടിയ ഗ്ലാസിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കൺഫെഷൻ എന്ന്, നമ്മുടെ കുമ്പസാരം എന്ന്, കുട്ടികൾക്ക് പാപമോചനം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ. നീ ഒരു പാപത്തിന്റെ അവസ്ഥയിലേക്ക് വീണുപോയി, തെറ്റിലേക്ക് വീണുപോയി, നിന്നെ തിരിച്ചു സ്വീകരിക്കുന്ന ദൈവം എന്ന് പറയുന്ന ആ ഒരു വലിയ സ്നേഹത്തിന്റെ അവസ്ഥ. നീ പാപം ചെയ്യുന്നതിന്റെ മുൻപുള്ള നിഷ്കളങ്ക അവസ്ഥയിലേക്ക് നിന്നെ പുനഃസൃഷ്ടിക്കുന്നതാണ് നിന്റെ കുമ്പസാരം എന്ന അവസ്ഥ അവൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വഴിതെറ്റി പോയാൽ പോലും തിരിച്ചു വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അല്ലെങ്കിൽ എന്നും അവൻ കുറ്റബോധമായിട്ട് കഴിയും. ശാസ്ത്രത്തിനും ഡോക്ടർമാർക്കും അതുപോലെ തന്നെ എഞ്ചിനീയർമാർക്കും പറ്റാത്തതാണ് ഇത് എന്നുള്ള ഒരു ബാധ്യത, ഒരു ബോധ്യം അവർക്ക് കൊടുക്കുക. അത് ദൈവത്തിന് ക്രിസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ. വ്യഭിചാരിണിയെ കന്യകയാക്കാനായിട്ട് കർത്താവിനെ കഴിയുള്ളല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ബോധ്യങ്ങൾ കൊടുത്തുകൊണ്ട് വീഴ്ചകളും കുറവുകളും ഉണ്ടെങ്കിലും അവയ്ക്കെല്ലാം അതിജീവിച്ച് കർത്താവിനോട് ചേർന്നുള്ള, ക്രിസ്തുവിനോട് ചേർന്നുള്ള സ്നേഹത്തിൽ നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നും അതിന് നിന്നെ സഭ സഹായിക്കുന്ന ബോധ്യം കൊടുക്കുന്ന വിധത്തിലേക്ക് മാതാപിതാക്കളും രക്ഷിതാക്കളും സഭാധികാരികളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു പുനർവിചിന്തനവും അതിനാവശ്യമായിട്ടുള്ള പാഠ്യപദ്ധതികളും അതിനാവശ്യമായിട്ടുള്ള അധ്യാപക പരിശീലനങ്ങളും അതിനാവശ്യമായിട്ടുള്ള പഠനക്രമങ്ങളും ബോധന രീതികളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ വിശ്വാസം. ഇപ്പോഴത്തെ പുസ്തകങ്ങൾ മോശമാണെന്നോ കണ്ടന്റ് മോശമാണെന്നോ, അതിൽ തന്നെ മോശമായ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അതിനെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് വിശ്വാസ പരിശീലനത്തിനെ കാലാനുസൃതമായി പരിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സമുദായ ബോധവും നമ്മുടെ ചരിത്രബോധവും ഒപ്പം ക്രിസ്ത്യാനിത്വവും മക്കൾ വളർത്തിയെടുക്കാൻ കഴിയുന്നത് വളരെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ഷാജി മാലപ്പാറ, ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അധ്യാപകർക്ക് ഈ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാൻ അവർ സജ്ജരാകണം? കേരള സഭയിലെ വിശ്വാസ പരിശീലകർ നേരിടുന്ന വലിയൊരു സങ്കടത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം അവരുടെ വിശ്വാസത്തിന്റെ ബോധ്യത്തിന് ഇളക്കം തട്ടുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ കുറെ നാളുകളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു എന്നത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ക്ലാസ് മുറിയിൽ മാതാപിതാക്കളോടും പഠിപ്പിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ വാസ്തവത്തിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും അധ്യാപകർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയായി ഈ 2021 അതിനെ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, 20ാം നൂറ്റാണ്ടിൽ ജനിച്ച ഭൂരിപക്ഷം അധ്യാപകരാണ് 21ാം നൂറ്റാണ്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് നാം വളരെ വലിയ ദൃഢമായ ബോധ്യത്തോടെ ഓർമ്മിക്കേണ്ടതാണ്.
ഇവിടെ സംവാദത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ചർച്ചകളെ കുറിച്ച് പറഞ്ഞു, ചോദ്യം ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറയാനും ചോദിക്കാനുമുള്ള ഒരു മനസ്സ് കുട്ടികൾക്കുണ്ടെങ്കിലും അത്തരം ചോദ്യങ്ങളെ നേരിടാനുള്ള ഒരു പരിശീലനത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടില്ല ജീവിതം കൊണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറിയിൽ അത് നേരിടാൻ അധ്യാപകർക്കോ സിസ്റ്റേഴ്സിനോ അച്ഛന്മാർക്കോ വേണ്ടത്ര കഴിയുന്നില്ല എന്ന ഒട്ടേറെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. കുറച്ചുകൂടി തുറന്ന ഒരു സംവാദ മണ്ഡലം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഭയുടെ വിശ്വാസ ബോധ്യങ്ങളെ കുറിച്ച് അപ്പോഴപ്പോൾ കൃത്യമായി കൊടുക്കാൻ കഴിയണം. ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചോ വിദ്യാഭ്യാസ മേഖലകളിലോ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ഉത്സാഹിക്കുന്നതിന്റെ 100% ഉത്സാഹത്തോടെ തീക്ഷ്ണതയോടെ വിശ്വാസ പരിശീലന വേദിയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഭ ഉത്സാഹിക്കുന്നില്ല എന്ന ഒരു സങ്കടം പങ്കുവെച്ചുകൊണ്ട് ആ വിധത്തിൽ ഈ പരിമിതികളെയും കാലതാമസങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നേറാൻ പരിശ്രമിക്കുന്നിടത്ത് നമുക്ക് ഫലമുണ്ടാകും. കാരണം 5 കൊല്ലം കഴിഞ്ഞ് നാം ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ സഭ ചെയ്തു കഴിയുന്നതെല്ലാം വളരെ പഴഞ്ചനായി മാറുന്ന ഒരവസ്ഥയ്ക്ക് ഇടയുണ്ട്. വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ശ്രീ ഷാജി മാലിപ്പാറ. പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾക്ക് പുതിയ കാലത്തിന്റെ ഉത്തരമാണ് ഉണ്ടാകേണ്ടത്. വിശ്വാസ ജീവിത പരിശീലന പ്രക്രിയയുടെ കാര്യത്തിൽ അത് വ്യക്തമാണ്. സാങ്കേതികത്വത്തിന്റെ ന്യായങ്ങൾ പറയാതെ പുതുകാലത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ നമ്മുടെ വിശ്വാസ ജീവിത പരിശീലന പ്രക്രിയയ്ക്ക് സാധിക്കണം. അതിൽ കാലത്തിനൊത്ത പാഠ്യപദ്ധതി മാറണം, അധ്യാപക പരിശീലനം കുറെ സജീവമാക്കണം. അതിനെല്ലാം ഉപരി വിശ്വാസ ജീവിത പരിശീലന പ്രക്രിയയ്ക്ക് അർഹമായ പരിഗണനയും പ്രാധാന്യവും നമ്മുടെ സഭാ സംവിധാനങ്ങൾ നൽകണം, മാതാപിതാക്കൾ നൽകണം, മതാധ്യാപകർ നൽകണം, അധികാരികൾ ഉണരണം. അതിനെല്ലാം ഉപരിയായിട്ട് സഭയുടെ ചരിത്രവും വിശ്വാസ ബോധ്യങ്ങളും മൂല്യങ്ങളും എല്ലാം പഠിക്കാനുള്ള താല്പര്യവും നമ്മുടെ വിദ്യാർത്ഥികളും കാട്ടേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോർജ് ദാനവേലി, ഡോക്ടർ ചാക്കോ കളാപ്പറമ്പിൽ, ശ്രീ ഷാജി മാലിപ്പാറ, ശ്രീ തോമസ് കുര്യൻ, 4 പേർക്കും നന്ദി.